Udana Doragadiga Siandararabe Shandarala Bachandarabe. Abba, we praise you, Papa, Heavenly Father, in the mighty name of Jesus Christ. Papa, we come to your presence. You are our Savior, Papa. We praise you, Daddy. You are our Redeemer. You are our King, Daddy. We praise you. We lift up your name, Jesus. We glorify your name, Jesus. Hallelujah. Thank you, Jesus, for this Rehoboth supernatural miracle meeting. Papa, you are our comforter. You are our shepherd. You are our peace, Papa. You are our hope. You are our strength. You are our light. You are our refuge. We praise you. We lift up your name, Jesus. Hallelujah. Daddy, അങ്ങാണ് ഞങ്ങളുടെ സംഗീതം, അങ്ങ് ഞങ്ങളുടെ കോട്ട, അങ്ങ് ഞങ്ങളുടെ സർവശക്തൻ. Hallelujah. അങ്ങ് ഞങ്ങളുടെ ജീവനാണ്, അങ്ങ് ഞങ്ങളുടെ advocate. You are our intercessor. You are our sacrifice. You are our Lamb of God. We praise you. Thank you, Jesus. Hallelujah. Alpha and Omega. We praise you. Thank you, Jesus. Udara di khalaba, rebe rebe sheke rebe thala laba, ori rebe ke shika baba, riti ko rasi ka baba, rebe rebe gerege shika baba, riti ko rasia thala laba. You are our high priest. You are our glory. You are our perfect Lamb. We praise you, Daddy. Halaba, rekaraba siya പരിശുദ്ധാത്മാവേ, ഇന്നത്തെ മീറ്റിംഗ് അപ്പന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. Hallelujah. Oh, Rikalabarasya, fill us with your spirit. Hallelujah. Oh, and speak your divine mysteries through our tongue. Rimalabarala, Shakaralaba. Oh, Rikalabarasya, let Holy Spirit fill us with pure words. Alaba. Let Holy Spirit cause us to speak Holy Spirit language. Rimalabarala, Shakaralaba. Oh, give us hallelujah, deeper revelations this night, Holy Spirit. Oh, we are thirsty for you. We hunger for you. We acknowledge your presence, Holy Spirit. Hallelujah. Rimalabarala shakaralaba. ഇന്ന് കടന്നു വരുന്നവരെല്ലാം അപ്പ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ അത്ഭുത ഹാലേലിയ കരം ഇന്ന് കടന്നു വരുന്ന എല്ലാവരെയും തൊടണമേ അപ്പ. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ സ്വർഗം ഇടയാക്കിയല്ലോ കർത്താവേ. ഇന്ന് രാത്രി ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ശക്തമേറിയ ശുശ്രൂഷയ്ക്ക് രാത്രി തരുന്നതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തി അപ്പന്റെ തൃക്കരത്തിൽ സമർപ്പിക്കുന്ന അപ്പാ. ഓ റീമാലാബരാശികാരാബരാസ്യ, കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളെ നൂറുമേനി ഫലം കൊണ്ടുവരണമേ. ഞങ്ങളുടെ സ്പിരിറ്റിൽ ഹല്ലേലൂയ വചനം ടച്ച് ചെയ്യണം കർത്താവേ. ഞങ്ങളെ രൂപാന്തരം കൊണ്ടുവരണമേ കർത്താവേ. ഓ റീകാലാബരാസ്യ, ഇന്ന് ഞങ്ങൾ കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഗ്രൂപ്പ് മീറ്റിങ്ങിനകത്തുള്ള എല്ലാവരെയും അപ്പ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്യുന്ന കർത്താവേ. കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവേ അങ്ങ് വേഗം കൂട്ടി വരുത്തുമാറാകണമേ. ഇത് അങ്ങയുടെ ശുശ്രൂഷയാണല്ലോ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശുശ്രൂഷകരുടെ അഭിഷിക്തനെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഹല്ലേലൂയ അങ്ങയുടെ അഭിഷിക്തനിലൂടെ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ കർത്താവേ. ഓ, അങ്ങയുടെ അഭിഷിക്തനെ, കുടുംബത്തെ, സഭയുടെ ശുശ്രൂഷ എല്ലാം ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവിന് സഹായിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Thank you, Jesus, for your wonderful presence. Oh, ribaralaba shakaraba. Daddy, we are covering all our devices under the blood of Jesus. കർത്താവേ, ഞങ്ങളുടെ മൊബൈലുകൾ, ഞങ്ങളുടെ ലാപ്ടോപ്പ്, ഞങ്ങളുടെ ഡിവൈസസ്, ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കവർ ചെയ്ത് മുദ്രയിടുന്ന കർത്താവേ. ഹാലാബാരല ശാകരബ. കർത്താവേ, ശുശ്രൂഷയുടെ ഇടയിൽ യാതൊരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കരുതേ. ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ കാവൽ നിൽക്കണമേ. ഞങ്ങൾക്കുള്ളതിനെ ഞങ്ങൾ കർത്താവെ അപ്പന്റെ പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്താൽ ഞങ്ങളെ കഴുകണമേ അപ്പാ. Forgive all our sins, Daddy. Udala shakaralaba rebe seko rasika baba 20th appa. This night, Daddy, it's your grace that hallelujah. Oh, rikarabaralaba sheko rasia
ഞങ്ങൾക്ക് കൂടി വരുവാൻ ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്തത് കൊണ്ട് അത്രേ ഞങ്ങൾക്ക് കൂടി വരുവാൻ ഹല്ലേലൂയ ഇടയായതപ്പ. ഹല്ലേലൂയ. ഓ റീകാലാബ ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ ശുശ്രൂഷ വെളിപ്പെടട്ടെ കർത്താവേ, വലിയ പ്രോഫറ്റിക് നൈറ്റ് ആയിട്ട് അത് തീരട്ടെ കർത്താവേ. അവിടെ കടന്നുപോയവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ലീഡേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളിൽ ഭാരത്തോടെ ഇരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ വലിയ കരം അവരെ തൊടണമേ, അവരുടെ വിഷയങ്ങളിൽ തൊടണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം ആളുകൾ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുവാൻ സ്വർഗ്ഗ ഇടയാക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വൈഫൈയുടെ ഒരു ഡിസ്റ്റർബൻസും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പരിശുദ്ധാത്മാവ് കാത്തുകൊള്ളണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ ആദ്യോടത്ത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചനയെ പച്ചക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ മീറ്റിംഗിന്റെ പിന്നിൽ ഹല്ലേലൂയ ആരെല്ലാം ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ മഹത്വവും ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ് പപ്പ. യേശുക്രിസ്തുവിന്റെ നാമം ഇന്ന് രാത്രി ഉയർത്തപ്പെടട്ടെ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയാചനയെ പച്ചക്കെട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു, സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ദിസ് മീറ്റിംഗ് ദിസ് നൈറ്റ്. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. എക്സ്പെക്ട് great things, mighty things, marvelous things from hallelujah Jesus this night. Hallelujah. Oh, Holy Spirit is going to fill everyone who's joining this meeting this night. Hallelujah. ഞങ്ങളുടെ സകല പ്രാർത്ഥനയാചനയും അഭിഷേകം കൃപയ്ക്കായി സ്തോത്രം. നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലാ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000 ശ്രേഷ്ഠനവൻ. നല്ലിടയനായ യേശുദേവൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുദേവൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും. കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിടുവൻ. അവൻ എന്നെ രക്ഷിക്കും, അവൻ എന്നെ ശാസിക്കും. കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിടുവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലാകെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ
കരത്താൽ എന്നെ നടത്തുമവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാൻ എന്നും സ്തുതിക്കും, ഞാൻ എന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഞാൻ എന്നും വാഴ്ത്തും, ഞാൻ എന്നും സ്തുതിക്കും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമം. ഹല്ലേലൂയ. യേശു കർത്താവിനെ ഇന്ന് രാത്രി നമുക്ക് സ്തുതിക്കാം, നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ സമാധാനം കൊണ്ടുവരുന്ന നാമം, നമ്മുടെ ജീവിതത്തെ സന്തോഷം കൊണ്ടുവരുന്ന നാമം. ഹല്ലേലൂയ. നമ്മെ രക്ഷിപ്പാനായി കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ അർപ്പിച്ച കർത്താവ്, യേശു കർത്താവ് എത്ര നല്ലവൻ, എത്ര വല്ലഭൻ. ഹല്ലേലൂയ. 10,000 പേർകളിൽ ശ്രേഷ്ഠനായ കർത്താവ്. ഹല്ലേലൂയ. നല്ലിടയനായ കർത്താവ്. ഹല്ലേലൂയ. നിരന്തരമായി നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെ നന്ദിയോട് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഓ റീകാലാബര ശതരാരവ ശന്തരവേ. നമുക്ക് വേഗം വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വചനം. ഹല്ലേലൂയ. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ഹല്ലേലൂയ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഹല്ലേലൂയ. കർത്താവേ, വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഈ മെസ്സേജ് കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ ഹല്ലേലൂയ, ഓ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനേകർ ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാതെ, ആരാധിക്കാൻ കഴിയാതെ കെട്ടപ്പെട്ട അവസ്ഥകളിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, സത്യത്തിലേക്ക് വരാൻ കഴിയാതെ ഹല്ലേലൂയ ബന്ധനസ്ഥരായി കിടക്കുന്നവരെ, ഞങ്ങളുടെ ദേശത്തിലുള്ളവരിൽ എല്ലാവരുടെ പേരിൽ ഞങ്ങൾ ഈ വചനത്തെ ഐക്യമാണ് കർത്താവേ. അവർ സ്വാതന്ത്ര്യത്തിനായി സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിപ്പാനായി വിടുവിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നമുക്കറിയാം, കൊറോണ സമയത്ത് ഹല്ലേലൂയ COVID-19 ഹല്ലേലൂയ ആ മാരക വൈറസ് നമ്മുടെ ലോക രാജ്യങ്ങൾ മുഴുവൻ വന്ന സമയത്ത് ഹല്ലേലൂയ ഒരു എന്താ പറയാ സാനിറ്റൈസറിനോ അല്ലെങ്കിൽ ഒരു സോപ്പിനോ അല്ലെങ്കിൽ ഒന്നിനെയും അതിനെ തടുക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ സകല ജനത്തിന്റെ മേലും ഹല്ലേലൂയ വൈറസ് വ്യാപിച്ചു. ഹല്ലേലൂയ. ഇതിലൂടെ പരിശുദ്ധാത്മാവ് ജനത്തിന് മനസ്സിലാക്കി കൊടുത്തു, നമ്മുടെ പ്രയത്നങ്ങൾക്കൊന്നിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുവചനം ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഹല്ലേലൂയ സകല മുഴുവൻ ലോകത്തിന്റെ മുട്ട് മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഈ നാമത്തിൽ രോഗത്തിന് രോഗശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. രോഗശക്തികൾ അഴിഞ്ഞു മാറും, പാപക്ഷമ ലഭിക്കും. ഹല്ലേലൂയ. മരണത്തെ മാറ്റുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഇത് ഹല്ലേലൂയ രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ നാമം ഹല്ലേലൂയ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ ദൈവങ്ങളെ ആ സർവശക്തിയുള്ള ദൈവമാണ്. എന്താണ് സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സകലത്തെയും, ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകലത്തെ സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. കടലിന് മണൽ അതിരിട്ടവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും
ഉളവാക്കിയ ദൈവം സകലവും ചമച്ചവനത്രേ സർവശക്തനായ യേശു കർത്താവ്. ഹല്ലേലൂയ. വീണ്ടും ആരാണ് യേശു? യേശു കർത്താവ് ആരാണ്? നമ്മുടെ കർത്താവ് ആരാണ്? സർവജ്ഞാനിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ അവസാനം ഹല്ലേലൂയ അറിയുന്നവൻ. ഹല്ലേലൂയ. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കുന്നത് പ്രസ്താവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതം, ക്രിസ്തീയ ജീവിതം ആരംഭിച്ചപ്പോൾ അടുത്തത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് അറിയാം. ഹല്ലേലൂയ. ഓ റീകാരബസ്യ, നമ്മൾ ഏത് ലാംഗ്വേജിൽ പ്രാർത്ഥിച്ചാലും ദൈവത്തിന് മനസ്സിലാകും. ഹല്ലേലൂയ. ഓ റീകാരബ, സർവജ്ഞാനിയായ ദൈവം. പിന്നെ നമ്മുടെ ദൈവം ആരാണ്? സർവവ്യാപിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഓ ഈ ദേശം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ദൈവമല്ല. അത് ട്രിവാൻഡ്രത്തോ കോട്ടയത്തോ കൊല്ലത്തോ തൃശ്ശൂരോ ഒതുങ്ങുന്നതല്ല. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും അറിയുന്ന ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാലും അവിടെയും എന്റെ കർത്താവുണ്ട്. സ്വർഗത്തിൽ കയറിയാലും അവിടെ എന്റെ കർത്താവുണ്ട്. സമുദ്രത്തിന്റെ എന്താ പറയാ അറ്റത്ത് പോയി നമ്മൾ പാർത്താലും ഹല്ലേലൂയ അവിടെ നമ്മുടെ കർത്താവുണ്ട്. ഓ റീകാരാബാസ്യ, ഏത് മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ യേശുവിന്റെ നാമത്തിലത്രേ ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ റീകാരാബ ശാന്തരാലബ ശാന്തരബേ. നമുക്കറിയാം ഒരു കൂട്ടം ജനം ആ യെരിഹോ മതിലിന് ഹല്ലേലൂയ അടുത്ത് വന്ന് ഹല്ലേലൂയ അവർ ചുറ്റി. പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ അവർ ഒരുമിച്ച് ഒരു മനസ്സോടെ ആർപ്പിട്ടപ്പോൾ അവരുടെ സ്തോത്രത്തിന്റെ ഹല്ലേലൂയയുടെ ശക്തിയുടെ മുന്നിൽ ആ യെരിഹോ മതിലുകൾ ഹല്ലേലൂയ താഴെ വീണു. ഹല്ലേലൂയ. റീകാരാബ ശാന്തരാലബ ശാന്തരബേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വിഷയങ്ങൾ, നമ്മൾ മതിൽ പോലെ നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ അതിന്റെ മുന്നിൽ പോയി നമ്മൾ ഉറക്കെ ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ, നമ്മുടെ ദൈവത്തെ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ആ യെരിഹോ മതിലുകൾ ഇന്ന് രാത്രി ഇടിഞ്ഞു വീഴും. ഹല്ലേലൂയ. നമുക്കറിയാം, 1 രാജാക്കന്മാർ വായിക്കുമ്പോൾ അവിടെ മുഴങ്കാലിൽ 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണാം. 43-ാം തോന്നുന്നു. ഹല്ലേലൂയ. ഓ നീ ചെന്ന് അതിനു മുന്നേ നമുക്ക് കാണാം, കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഏലിയാവ് നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട് പറയുകയാണ്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നെയും ഹല്ലേലൂയ ഏലിയാവ് ആ ബാല്യക്കാരനെ പറഞ്ഞു വിട്ടു. വീണ്ടും ഒന്നും കാണുന്നില്ല യജമാനനെ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ 3, 4 പ്രാവശ്യവും 5 പ്രാവശ്യവും 6 പ്രാവശ്യവും പോയി. എന്നാൽ 7-ാം പ്രാവശ്യം ചെല്ലുമ്പോൾ ഹല്ലേലൂയ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നതായിട്ട് ഹല്ലേലൂയ ആ ബാല്യക്കാരൻ കാണുവാനിടയായി. ദൈവമക്കളെ, ഹല്ലേലൂയ, അതാണ് ആരാധനയുടെ ശക്തി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്തുതിയുടെ ആരാധനയുടെ ശക്തി അതാണ്. ഹല്ലേലൂയ. ഓ റീകാലാബര സന്ദരബേ ഉടാരകസ്യ. ആ സമയത്ത് 7-ാം പ്രാവശ്യം നോക്കുമ്പോൾ ഹല്ലേലൂയ ആ ഒരു വലിയ മേഘം പൊങ്ങുന്നത് കാണുന്നു. ഹല്ലേലൂയ. ഓ റീകാലാബസ്യ. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന, ദൈവത്തെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മുട്ടുമടക്കി ആരാധിക്കുന്ന ഒരു ദൈവപുരുഷന്, ഒരു അഭിഷിക്തന് മാത്രമേ ഹല്ലേലൂയ മേഘത്തിൽ കൈപൊങ്ങിയത് കാണാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഓ റീകാലബസ്യ. എത്ര പേർ അത്
വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് ദൈവമക്കളെ. ഒരു അഭിഷിക്തൻ കാൽ വെക്കുന്ന ദേശം, ആ ദേശത്ത് നിന്ന് അന്ധകാര ശക്തികൾ അവിടെ വിട്ട് മാറും. ഹല്ലേലൂയ. നമുക്കറിയാം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. സാറാപത്തിന്റെ ഭവനത്തിൽ ഇറങ്ങിയപ്പോൾ, ഹല്ലേലൂയ, അവിടെ ചെന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ സാറാപത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ, ഹല്ലേലൂയ, ആ ഭവനത്തിന്റെ ആത്മഹത്യയുടെ കെട്ടവിടെ അഴിഞ്ഞു. ഹല്ലേലൂയ. ക്ഷാമത്തിന്റെ കെട്ടവിടെ അഴിഞ്ഞു. ഹല്ലേലൂയ. ഭവനത്തിൽ നിന്ന് മരണം മാറിപ്പോയി. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ ശമരിയയിൽ ചെന്നു. നമുക്കറിയാം അവിടെ ശമരിയക്കാരിയുടെ മേൽ, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ മഷികയെ കാണുവാൻ അവൾക്കിടയായി. ആ പട്ടണം മുഴുവൻ പിടിക്കപ്പെടുവാൻ ഇടയായി. ഗദരദേശത്ത് യേശു കർത്താവ് ചെന്നപ്പോൾ ഏറിയ കാലമായി പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ടവന്റെ കെട്ടുകളഴിഞ്ഞ് ആ ദേശത്തെ വിടുവിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. അഭിഷിക്തര്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ശക്തിയുള്ള, ഹല്ലേലൂയ, ഒരു വ്യക്തി കാൽ വയ്ക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളാണത്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയൊരു പ്രവാചികയാണ് മേരി കോർ. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്ന. ഹല്ലേലൂയ. ആ ദേവദാസി, ഹല്ലേലൂയ, വളരെ ക്ഷീണിതയായി കിടക്കുന്ന സമയത്ത് ദേവദാസിമാരും അവരുടെ അടുക്കൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഹല്ലേലൂയ, എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കൃപയാൽ സുഖമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരം എത്ര തളർന്നു പോയാലും നമ്മുടെ ഉള്ളിലെ ഇന്നർ മാൻ സിംഹത്തെ പോലെ ഗർജിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു വലിയ സാക്ഷ്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആരാധന എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവമക്കളെ ഈ ഹല്ലേലൂയ സാക്ഷ്യം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. വളരെ അറിയപ്പെടുന്ന ഒരു ദേവദാസിയുടെ മാതാവിനെ ദൈവം ചെയ്ത അത്ഭുതമാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഈ ദേവദാസി വളരെ തിരക്കുള്ള ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസിയാണ്. ദേവദാസിയുടെ മാതാവിന് സുഖമില്ലാതായി. ഹല്ലേലൂയ. ഗ്ലൂക്കോമ അങ്ങനെ ഒരു അസുഖം വന്നു. ഹല്ലേലൂയ. അവസാനം കണ്ണൊക്കെ പഴുക്കുന്ന ഒരവസ്ഥയിലെത്തി. അവർ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല. പെട്ടെന്ന് ഒരു ദിവസം ദേവദാസി ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, വീട്ടിൽ നിന്ന് കോള് വരികയാണ്. വളരെ സീരിയസ് ആണ്, അമ്മയ്ക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ പെട്ടെന്ന് വന്ന് ആ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഡോക്ടറിൻ്റെ അടുത്ത് ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം ആ ഡോക്ടറിനോട് ഇവർ സംസാരിക്കുകയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ മാതാവിന്റെ കണ്ണ് വളരെയധികം സെപ്റ്റിക്കായി പഴുത്തിരിക്കുവാണ്, ഇൻഫെക്ഷനായി. ഈ കണ്ണ് പൂർണ്ണമായും എടുത്തു മാറ്റേണ്ട സിറ്റുവേഷനിലെത്തി. ദാറ്റ് മീൻസ് അത് പൂർണ്ണമായും അതിൻ്റെ വേഴ്സ്റ്റ് സ്റ്റേജിലെത്തി. ഇനി ഈ കണ്ണ് എടുത്തു കളയുക അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഹല്ലേലൂയ. ഈ ദേവദാസിക്ക് മാതാവിനോട് ഈ വിഷമം പറയുവാൻ വളരെ പ്രയാസമായിരുന്നു. എങ്കിലും ഹല്ലേലൂയ പറയണമല്ലോ. കാരണം അടുത്ത ദിവസം മെഡിക്കൽ കോളേജിലേക്ക് വേഗം കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞ ദേവദാസിക്ക്. അന്ന് രാത്രി ശുശ്രൂഷ ഉണ്ടായിരുന്ന. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ പോകാനുള്ള സജ്ജീകരണങ്ങളെല്ലാം റെഡിയാക്കി. മെഡിക്കൽ കോളേജിലേക്കുള്ള കാറും എല്ലാം റെഡിയാക്കി. എല്ലാം കഴിഞ്ഞ് തലേ ദിവസം രാത്രി, ഹല്ലേലൂയ, മാതാവിനോട് എങ്ങനെ ഇത് പറയുമെന്നുള്ള വിഷമത്തിൽ, ഭാരത്തിൽ, പ്രാർത്ഥനയോടെ ആ ദേവദാസി മാതാവിനോട് പറഞ്ഞു, അമ്മ, ഹല്ലേലൂയ, അമ്മയുടെ കണ്ണിന്റെ സ്ഥിതി ഇതാണ്. നാളെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. ഈ കണ്ണ് പൂർണ്ണമായും എടുത്തു കളയും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് ഒരു രീതിയിലും ഈ കണ്ണ് പുറത്ത് ശരിയായി കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ മാതാവ് ഒരു പൊടി കുഞ്ഞിനെ പോലെ കണ്ണുനീരോടെ കരഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ആ ദേവദാസിയുടെ മാതാവ് ദേവദാസിയോട് പറഞ്ഞു, നീ ശുശ്രൂഷിക്കുന്ന യേശുവിന്, ഹല്ലേലൂയ, നീ പ്രസംഗിക്കുന്ന യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഞാൻ കിടക്കുമ്പോൾ ആ മാതാവ് ഉറങ്ങിയിട്ട് തന്നെ വളരെ മാസങ്ങളായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഈ മാതാവ് പറഞ്ഞു, മകളെ, നീ
എൻ്റെ കണ്ണിൻ്റെ മേൽ കൈവച്ച് നിനക്ക് ഉറക്കം വരുന്നത് വരെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദേവദാസി വിശ്വാസത്തോടെ കുറിച്ച് ദൈവമക്കളൊക്കെ ആയി ചേർന്ന് ആ അമ്മയുടെ കിടക്കയ്ക്കരികിലിരുന്ന് അവർ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ കുറെ നേരം ഏതാണ്ട് 10:15 അവരുടെ സാക്ഷ്യത്തിനാണ് 10:15 പ്രാർത്ഥിക്കാൻ തുടങ്ങി. 12 മണി 12:30 ആയപ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ മാതാവ് നല്ല ഉറക്കത്തിലാണ്. വളരെ മാസങ്ങളായിട്ട് ഈ മാതാവ് ഉറങ്ങുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. രാവിലെ 3:15 വരെ ഇവരെ പ്രാർത്ഥിച്ചിട്ട് ഈ സഹോദരിമാർ അവർ പാവിരിച്ച് അതിന് താഴെ തന്നെ കിടന്നുറങ്ങി. ഹല്ലേലൂയ. പെട്ടെന്ന് 5:15 ആയപ്പോൾ ഹല്ലേലൂയ അവിടെ കാറിന്റെ ഹോൺ കേൾക്കുന്നു. ഹല്ലേലൂയ. ഡ്രൈവർ വന്നു. വാ നമുക്ക് പോകാം, ഞാൻ റെഡിയാണ്, നിങ്ങൾ എല്ലാവരും റെഡി ആയില്ലേ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ മാതാവിനെ വന്ന് ഈ ദേവദാസി വന്ന് വിളിച്ചു. അമ്മ നമുക്ക് പോകാം, മെഡിക്കോളയിലേക്ക് പോകാൻ സമയമായി, നമുക്ക് ഡ്രസ് ചെയ്യാം, ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മാതാവ് ഹല്ലേലൂയ ഓ റീഖാലബസ്യ നീ എൻ്റെ ഈ കണ്ണിന്റെ കെട്ട് നഴിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഈ സഹോദരി പറഞ്ഞു, ഈ ദേവദാസി പറഞ്ഞു, വേണ്ട, ഞാൻ അമ്മയായിട്ട് കെട്ടഴിക്കരുത്, ഞാനൊരു നേഴ്സാണ്, ഞാനത് ശരിയായ രീതിയിൽ അത് കെട്ടഴിച്ചില്ലെങ്കിൽ അത് വേറെ ഇഷ്യൂസ് ആവും, അതുകൊണ്ട് ഞാൻ തന്നെ കെട്ടഴിക്കാമെന്ന് പറഞ്ഞു. ഈ ദേവദാസി ആ കെട്ടഴിക്കുമ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ ആ കണ്ണ് എങ്ങനെയാണോ ഒരു നോർമൽ കണ്ണായിരിക്കുന്നത് അതുപോലെ ആ മാതാവിനെ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഓ ഹല്ലേലൂയ, രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സമയത്ത് ഹല്ലേലൂയ എന്റെ കണ്ണുകളിൽ ഹല്ലേലൂയ ആരോ വന്ന് ഇങ്ങനെ തൊടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആരോ ഐസ് വെച്ചതുപോലെ കണ്ണിന് വലിയൊരു തെളിച്ചവും തണുപ്പും ഉണ്ടാവാനിടയായി. എന്റെ കർത്താവ് ഇന്നലെ രാത്രി വന്ന് എന്റെ കണ്ണുകളെ തൊടുകയും എന്റെ കണ്ണ് സൗഖ്യമാവുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള ആരാധനയും പ്രാർത്ഥനയിലൂടെയും കർത്താവ് വലിയ ചെയ്യും, വലിയ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്, നമ്മുടെ സ്തുതിക്ക് സ്തോത്രത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ആ മാതാവ് പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണമോ, എന്നോട് സർജറി ചെയ്ത് കണ്ണെടുത്ത് മാറ്റണമെന്ന ആ ദേവദാസനെ എന്റെ ഭവനത്തിലേക്ക് നിങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞു. ആ ഡോക്ടറിനെ ഭവനത്തിലേക്ക് വിളിച്ചിട്ട് ആ ഡോക്ടറിന്റെ ഭവനത്തിൽ നോക്കണമേ, ദൈവത്തിന്റെ വലിയ അത്ഭുതം നോക്കണമേ, ഏത് ഡോക്ടറാണോ ഇത് സർജറി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ കണ്ണ് എടുത്ത് മാറ്റണം, ഉടനെ സർജറി എന്ന് പറഞ്ഞ് ആ ഡോക്ടറിന്റെ ഭവനത്തിൽ അവിടെ ഒരു പ്രാർത്ഥന നടന്നു. ഹല്ലേലൂയ. അവിടെ ഒരു സുവിശേഷ യോഗം നടന്നു. ഹല്ലേലൂയ. ആ ഡോക്ടറിന് അവർ സേവിക്കുന്ന യേശു ആരാണെന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ഓ എനിക്ക് പേര് ഓർക്കുന്നില്ല, ഒരു ദേവദാസനുണ്ട്, 7 വർഷമായിട്ട് ഭ്രാന്തനായി താനിങ്ങനെ റോഡിൽ ഇങ്ങനെ നടക്കുകയാണ്. ഹല്ലേലൂയ. താനിങ്ങനെ പിച്ചുമ്പേയൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ, മാനസിക നില തെറ്റിയവർ അങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ഭവനത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിന്റെ ആരാധന നടക്കുക. സന്ധ്യാരാധന, സന്ധ്യ വർഷിപ്പ്, ഇന്ന് എത്ര ഭവനങ്ങളിലുണ്ട് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭവനത്ത് ഈവനിങ് വർഷിപ്പ് നടക്കുന്ന വേളയിൽ ഈ ഭ്രാന്തനായ ഈ മനുഷ്യൻ ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആ കൂടിയിരുന്ന കൂട്ടം പാടുന്നത് ഇങ്ങനെയാണ്, യേശു അത്ഭുതം ചെയ്യും, യേശു അത്ഭുതം ചെയ്യും. ഈ മനുഷ്യൻ ആ ഭവനത്തിന്റെ വാതിലിൽ കയറിയപ്പോൾ ഒരു വലിയ മിന്നൽ പോലെ എന്തോ ഹല്ലേലൂയ ദേവദാസനെ തൊട്ടു. ഹല്ലേലൂയ. ആ ദേവദാസൻ ആള് മാറി നോർമൽ പേഴ്സണായി ഇന്ന് അറിയപ്പെടുന്ന വലിയൊരു ദേവദാസനായി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ഇടയായി. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്ക് സ്തുതിയുടെ ശക്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാതെ എത്രയോ രാത്രികൾ ഞാൻ കിടന്നിട്ടുണ്ട്.
എത്രയോ മെഡിസിൻസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം എന്നെയും തൊട്ട് അതുപോലെ സൗഖ്യമാക്കി സമാധാനത്തോടെ ഇന്ന് പ്രോഫറ്റിക് ഡ്രീംസ് കണ്ടുകൊണ്ട് ഉറങ്ങാനുള്ള വലിയ ഭാഗ്യം സ്വർഗത്തിലെ കർത്താവ് ഹല്ലേലൂയ. ഇടയ്ക്കൊരു 3 വർഷമാണ് അങ്ങനെ സംഭവിച്ചത് ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്ന് എന്റെ കർത്താവ് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്, യഹോവ റാഫയാണ്. എന്റെ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് കേട്ടൊരു കാര്യമാണ് ഹല്ലേലൂയ. ഒരു ദേവദാസൻ ഹല്ലേലൂയ ആ ഒരു ഭയങ്കര വർഷിപ്പറാണ് ഞാൻ കേട്ടത് ഹല്ലേലൂയ. ആ ഒരു വലിയ അഭിഷിക്തൻ ഹല്ലേലൂയ ഒരു 30 സെക്കൻഡ്സിന് പാടുന്നതിന് പോലും ലക്ഷങ്ങൾ വാങ്ങുന്ന ആ അഭിഷിക്തൻ ഹല്ലേലൂയ ആരോ പറഞ്ഞു ഒരു കുഞ്ഞ് ഹല്ലേലൂയ വളരെ സീരിയസ് ആയിട്ട് ബ്രീത്തിങ് ട്രബിൾ ആയിട്ട് ലങ്സിൽ വലിയൊരു സീരിയസ് പ്രോബ്ലം ആയിട്ടായിരിക്കുന്നു. ഹല്ലേലൂയ. ദേവദാസനെ നിങ്ങൾ വന്നൊന്ന് പാടണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ആ വർഷിപ്പ് ചെയ്യുന്ന ദൈവത്തെ പാടുന്ന ആരാധിക്കുന്ന അഭിഷിക്തന്റെ മേലുള്ള ശക്തി അവിടെ വ്യാപരിച്ച് ഹല്ലേലൂയ ആ കുഞ്ഞിനെ ഹല്ലേലൂയ ആ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രീത്തിങ് ശരിയാവും, നോർമലാകും, പിന്നെ പഴയ സ്ഥിതി പോവും. അങ്ങനെ കുറെ പ്രാവശ്യമായി. എന്നാൽ ഹല്ലേലൂയ 7 മണിക്കൂർ 7 to 9 hours ഹല്ലേലൂയ അഭിഷിക്തൻ ഇങ്ങനെയാണ് ആ സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 7 to 9 hours ഈ ദേവദാസൻ ഈ വർഷിപ്പ് ജസ്റ്റ് he prayed, he said hallelujah, hallelujah. ആ അന്യഭാഷയിൽ ഹാലേലൂയയിൽ എന്നുള്ള ഒരു പാട്ട് അങ്ങോട്ട് പാടി ഹല്ലേലൂയ. 9 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഞ്ഞ് ജീവനിലേക്ക് തിരിച്ചു വന്നു. So that is the power of the worship. Hallelujah. ഇവിടെ വർഷിപ്പിന് ഹല്ലേലൂയ നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള വർഷിപ്പ് ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പാട്ടിന്റെ പിച്ചോ നമ്മുടെ ഈണമോ നമ്മുടെ എന്താ പറയുക നമ്മൾ പറയുന്ന നല്ല ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ടോ ഒന്നുമല്ല ദൈവമക്കളെ കർത്താവ് നോക്കുന്നത്. എന്താ പറയാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ അവിടെ വിടുതലുകൾ നടക്കും, അവിടെ രോഗികൾ സൗഖ്യമാവും, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കും. ഹല്ലേലൂയ. റീമാറാബ ശബ്ദരബേ ഖറാസ്യാന്തരബേ റീമാറാബല ശബ്ദരബേ റീമാറാബസ്യ. ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഹല്ലേലൂയ. സർവശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ. ഓ റീഖാബാബാബ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ എല്ലാവരെയും തൊടുകയാണ്. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കുക, ദൈവ സാന്നിധ്യത്തിലായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും തൊടുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് പകർന്നു കൊടുക്കുക. ഹല്ലേലൂയ. ഓ റിസീവ് ദിസ് മിറക്കിൾ ഇൻ ദി മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വലിയ വിടുതലുകൾ ഇന്ന് രാത്രി നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ വർഷങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ നമ്മളോട് ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമ്മുടെ ശുശ്രൂഷികൾക്ക് എപ്പോഴും കടന്നു വരുന്ന ഹല്ലേലൂയ വലിയൊരു അഭിഷിക്തനാണ് നൈജു പാസ്റ്റർ. സോ എല്ലാവരും പ്രാർത്ഥനയോടെ കൂടി ഇരുന്നാട്ടെ. ഹല്ലേലൂയ. Welcome to this Naju Pastor. Welcome to this Supernatural Miracle meeting.